മലപ്പുറം എടവണ്ണപ്പാറ വിളയിൽ എളങ്കാവിൽ വെള്ളം കയറി. തടത്തിൽ പള്ളിക്കടവ് റോഡ് പൂർണ്ണമായും മുങ്ങി. തോണിയിലാണ് നാട്ടുകാർ പ്രധാന പാതയിൽ എത്തുന്നത്. ഷഹദ് റഹ്മാൻ മലപ്പുറത്തുനിന്ന് ചേരുന്നു. ഷഹദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രധാനമായിട്ടും ഇതിന് പ്രദേശത്തെ പുഴകളിൽ നിന്ന് വെള്ളം ഇരച്ചു കയറിയതാണ് ഇപ്പോൾ ഈ മേഖലയിലാകെ വെള്ളക്കെട്ടിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പ്രധാന പാതയിലെത്താൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് തോണികളെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാമെന്ന് വിചാരിക്കുന്നു. വിദ്യാർത്ഥികൾ കുറെ അധികം ഉള്ള സ്ഥലങ്ങളാണ്. 100ഓളം വിദ്യാർത്ഥികൾ ഈ മേഖലകളിൽ തന്നെയുണ്ട്. മദ്രസയിലും സ്കൂളിലും ഒക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും ജില്ലയിൽ അവധിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ തോണിയിലും മറ്റുമാണ് ഈ പ്രധാന പാതയിലേക്ക് പോകുന്നത്. ഈ വെള്ളം വലിയ രീതിയിൽ കെട്ടി നിൽക്കുന്ന പശ്ചാത്തലം ഉള്ളതിനാൽ തന്നെ ഇഴജന്തുക്കൾ ഈ വെള്ളത്തിൽ വലിയ രീതിയിലുണ്ട്. ഈ റോഡ്, അതായത് റോഡിന്റെ ഏകദേശം 1/2 കിലോമീറ്ററോളം ആണ് ഇപ്പോൾ ഈ വെള്ളം വലിയ രീതിയിൽ പൊന്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മഴ ചെറിയ രീതിയിൽ ശമിച്ചതുകൊണ്ട് തന്നെ ജില്ലയിൽ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായിട്ട് മഴയില്ല. അതുകൊണ്ട് മഴ ശമിച്ചതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ നാട്ടുകാർ പറയുന്നത്. അതായത് മലപ്പുറം എടവണ്ണപ്പാറയിലെ വിളയിൽ എളങ്കാവിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉള്ളത്. വിളയിൽ എളങ്കാവിൽ തടത്തിൽ പള്ളിക്കടവ് റൂട്ടിലാണ് ഇത്തരത്തിൽ ഈ വെള്ളം കയറിയിട്ടുള്ളത്. ഏകദേശം 1/2 കിലോമീറ്റർ ആണ് ഈ പ്രദേശത്ത് വെള്ളം കയറിയിട്ടുള്ളത്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഇതിന് വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്രയധികം ഒരു രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യമില്ല. പക്ഷേ ഈ ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഷഹദ് റഹ്മാൻ, മലപ്പുറത്ത് നിന്ന്.